ഇന്ദ്രജിത്തിന്റെ ആയുധങ്ങളേറ്റ് രാമലക്ഷ്മണാദികൾ മുതൽ സകലരും വീഴും. ഇവരെല്ലാവരും ജീവിച്ചിരുന്നിട്ട് അവനില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നു. ഇനി ഇവരെല്ലാവരും പോയി, അവൻ മാത്രം മതി, ഇവരെല്ലാവരും പുനരുജ്ജീവിക്കും. ദേവന്മാരോട് വാനരന്മാരായി ജനിക്കാനാണ് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ട് വാനരന്മാർ? സാക്ഷാൽ മഹാദേവൻ പോലും ഇതിൽ നിന്ന് പിന്മാറുന്നില്ല. ഹനുമാൻ സ്വാമിയായി അവതരിക്കുകയാണ് ചെയ്തത്. രാവണൻ ഹോമം ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ ഹോമം മുടക്കും. അവിടെ ലക്ഷ്മണനെ അയച്ചില്ല, രാമൻ നേരിട്ട് പോയില്ല, നേരെ ഹനുമാനെ വിളിക്കുകയാണ്. രാവണനെ കടിച്ചു കീറിയതാണ്. രക്തം വാർക്കുന്ന ശരീരത്തോടു കൂടി രാവണൻ വീണ്ടും തപസ് ചെയ്തു. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം മുറുക്കിയിട്ടിരുന്ന വിസ്ത്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങി. ശത്രുക്കൾ വന്ന് സ്ത്രീയൊക്കെ ഉപദ്രവിച്ചു, അടിച്ചു, വസ്ത്രത്തിനെ വലിച്ചു കയറി. ഇപ്പൊ തലമുടി ചുറ്റിപ്പഴിച്ച് ഹോമകുണ്ടത്തിന്റെ ചുറ്റും ഇഴക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നീ എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു? രാവണന്റെ തപസ്സിലായി. എന്താണ് ഹനുമാന്റെ ജനനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? സകല വിദ്യകളുടെയും ഇരിപ്പിടമായ സൂര്യമണ്ഡലത്തിൽ പോയി സൂര്യദേവനോട് പുറകോട്ട് നടന്ന് വിദ്യ അഭ്യസിച്ച് സകല ശാസ്ത്രങ്ങളും ഗ്രഹിച്ചവനാണ് ആഞ്ജനേയൻ. ഒരു പുരങ്ങനായ ഒരു വീരനെ പൂജിച്ചാൽ മതി, എന്നെ പൂജിച്ചു. അങ്ങനെ ഒരു വരം കൊടുത്തിരിക്കുകയാണ് രാമൻ. ഹനുമാന്റെ അവതാരത്തിന് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി നമ്മള് ദേവന്മാരുടെ കാര്യത്തില് ദേവന്മാരോട് വാനരന്മാരായി ജനിക്കാനാണ് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ട് വാനരന്മാർ? അതൊരു പ്രധാന ചോദ്യമാണ്. അതായത് ഭഗവാൻ ഈ അവതാരത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി ബ്രഹ്മദേവനോട് പറയുകയും മറ്റുള്ളവരെല്ലാവരും അത് കേൾക്കുന്നുണ്ട്. ഋഷിമാരും ദേവന്മാരും എല്ലാവരും കേൾക്കുന്നുണ്ട്. അതോടൊപ്പം ഭഗവാൻ പറഞ്ഞതാണ് ഭഗവതി സീതാദേവിയായ അയോനിജയായി ജനിക്കുമെന്നും ഈ പറഞ്ഞ സഹോദരന്മാർ 3 പേരുണ്ടാവുമെന്നും ഒക്കെ പറഞ്ഞു. അത് പറഞ്ഞതിനോടൊപ്പം തന്നെ ഭഗവാന്റെ അരുളപ്പാടാണ് എന്താണ്? സകല ദേവന്മാരെ വാനരന്മാരായി ജനിക്കുക. വേറെ ഒരു കാര്യവും ഇല്ല. എല്ലാ സകല ദേവന്മാരും എന്നാണ് പറഞ്ഞത്. ഒരു ഉപാധിയില്ലാതെയാണ് ഭഗവാൻ അത് പറഞ്ഞത്. ഇത് കേൾക്കേണ്ട മാത്രയിൽ ബ്രഹ്മാവ് പറഞ്ഞു, ശരി, അതങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. ഭഗവാൻ അപ്രത്യക്ഷനായി. ഉടൻ തന്നെ ബ്രഹ്മാവ് പറയുകയാണ്, സമസ്ത ദേവന്മാരും വാനരപ്രവരന്മാരായി ഏതും വൈകിടാതെ. അതായത് രാമൻ അവതരിക്കുമ്പോൾ വാനരന്മാരാവാനല്ല പറഞ്ഞു, ഇപ്പോഴേ അവതരിച്ചു കൊള്ളാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കൂ, സാക്ഷാൽ മഹാദേവൻ പോലും ഇതിൽ നിന്ന് പിന്മാറുന്നില്ല. അദ്ദേഹവും ഹനുമാൻ സ്വാമിയായി അവതരിക്കുകയാണ് ചെയ്തത്. രുദ്രാവതാരം ഹനുമാനാണെന്ന് നമ്മൾ നോക്കേണ്ടത്. എന്തുകൊണ്ട് വാനരനായി? പ്രസക്തമായ ചോദ്യമാണ്. ഒരു ക്ഷത്രിയനായിട്ടോ അല്ലെങ്കിൽ യോദ്ധാവായിട്ടോ അല്ലെങ്കിൽ നല്ല ഗുഹനെ പോലെയും മറ്റൊക്കെയുള്ള നല്ല മനുഷ്യരായിട്ടോ, എന്തിന് വിഭീഷണനെ പോലെ ഭക്തിയുള്ള രാക്ഷസനായിട്ടോ ജനിക്കാമായിരുന്നില്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അവിടെ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ശരിക്കും നമ്മൾ ഇന്നത്തെ കാലത്ത് ഉള്ളതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ വാനരന്മാരുടെ സ്വഭാവം എന്താണ്? എല്ലാ വലിയ വൃക്ഷങ്ങളുടെ മുകളിലും മലകളുടെ മുകളിലും ഒക്കെ ഇരുന്ന് എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഈ ബ്രഹ്മാവിൽ നിന്ന് വന്ന ജാമ്പവാൻ മുതലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ എന്തിനാണ് അങ്ങനെ ഇത്രയും കാലങ്ങൾക്ക് മുമ്പേ ജാമ്പവാൻ, നമ്മളിപ്പോൾ ഏറ്റവും പ്രായം ചെന്ന ഒരാളെ കണ്ടാൽ ജാമ്പവാൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും വീക്ഷണമുള്ള ആളെന്നൊരർത്ഥം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അത്രയും കാലത്തെ കാഴ്ച കണ്ടയാൾ, അത്രയും അനുഭവമുള്ളയാൾ എന്നും ഒരു വീക്ഷണം കൂടി ആ പേരിൻ്റെ പിന്നിൽ, ജാമ്പവാൻ എന്നുള്ള പേരിൻ്റെ മുന്നിൽ. പിന്നെ എത്ര ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയെ ഓർമ്മിപ്പിക്കുന്ന ഹനുമാനെ, ആ ശക്തിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രായം ചെന്നൊരാൾ. അപ്പോൾ ഇത് എന്തുകൊണ്ട് വാനരന്മാരായി ജനിക്കാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അത് നമ്മൾ യുക്തിസഹമായും ശാസ്ത്രസഹമായും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് യുദ്ധകാണ്ഡത്തിൽ. മറ്റ് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നതും നളനും നീലനും ചിറകെട്ടുന്നതും ഒക്കെ വാനരന്മാരെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കൃത്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇത്രയും യോജന താണ്ടി കാടുകളും മലകളും താണ്ടി സീതയെ അന്വേഷിച്ച് 4 ദിക്കിലേക്കും ഭാരതത്തിൻ്റെ ഇങ്ങനെ പോകണമെങ്കിൽ ഒരു മനുഷ്യൻ എത്തുമ്പോൾ കാലം എത്രയാവും? നേരെ മറിച്ച് ഇവർ വളരെ പെട്ടെന്ന് എത്തും. അതൊക്കെ അതിൻ്റെ ഒരു വാനര ജന്മത്തിൻ്റെ ഒരു താരതമ്യം മാത്രം ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. എന്നാൽ കുറച്ചുകൂടി വ്യക്തമാക്കാം. ഇന്ദ്രജിത്തിൻ്റെ ആയുധങ്ങളേറ്റ് രാമലക്ഷ്മണാദികൾ മുതൽ സകലരും വീഴും. എല്ലാവരും വീണു പോകുക. ആ വീണു പോകുന്ന സമയത്ത് ജാമ്പവാൻ മാത്രം ഇങ്ങനെ ഇരിക്കുക. ചിരഞ്ജീവിയാണല്ലോ. അപ്പോൾ ജാമ്പവാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വിഭീഷണൻ ആകെ നിരാശനായി. വിഭീഷണൻ ഇങ്ങനെ വന്ന് എല്ലാവരെയും നോക്കി,
എങ്ങോട്ട് നോക്കിയാലും കബന്ധങ്ങളാണ്, എന്ന് വെച്ചാൽ ശവശരീരങ്ങളും തലകളും ഒക്കെയാണ്, എല്ലാവരും മരിച്ചിരിക്കുന്നു. ഇനി എങ്ങനെ ഈ ധർമ്മം പുലരും എന്നുള്ളൊരു ചിന്ത വിഭീഷണനുണ്ട്. വിഭീഷണൻ ഇങ്ങനെ നടക്കുമ്പോൾ ഒരാളിങ്ങനെ കണ്ണ് മിഴിച്ച് കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, ചോര കൊണ്ട് കണ്ണ് കാണാൻ പാടില്ല, പൊതുവേ കണ്ണ് കാണാൻ പാടില്ല, വയസ്സായ ആളാണ്. അപ്പോൾ അടുത്ത് ചെന്നു. അപ്പോൾ ശബ്ദം കേട്ട മാത്രയിൽ അദ്ദേഹം ചോദിച്ചു, വിഭീഷണനല്ലയോ എന്ന് ചോദിച്ചു. അതെ. അപ്പോൾ വിഭീഷണനോട് പറയാണ്, എന്താണ്, ഈ കിടക്കുന്നവരിൽ ചാകാത്തവരായിട്ട് നമ്മുടെ മാരുതി ഉണ്ടോ എന്ന് നോക്കാം. യഥാർത്ഥത്തിൽ മാരുതി അടുത്ത് നിൽക്കുകയാണ്, കണ്ണ് കാണില്ലാത്തതുകൊണ്ട് ഇദ്ദേഹം അറിയുന്നില്ല. അപ്പോൾ വിഭീഷണൻ പതുക്കെ ഹനുമാനെ തടഞ്ഞിട്ട് ഒരു നയത്തിൽ ചോദിക്കുകയാണ്, രാമ സൗമിത്രി സുഗ്രീവ അംഗദാദികൾ ആമവരേവരിലും വിശേഷിച്ച് എന്തുകൊണ്ട് തിരഞ്ഞു സമീരണപുത്രനെ? രാമനെ അന്വേഷിച്ചില്ല, ലക്ഷ്മണനെ അന്വേഷിച്ചില്ല, സുഗ്രീവനെ അന്വേഷിച്ചില്ല, അംഗദനെ അന്വേഷിച്ചില്ല, എന്തുകൊണ്ടാണ് ഹനുമാനെ തന്നെ അന്വേഷിച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ജാമ്പവാൻ പറയും, ഇവരെല്ലാവരും ജീവിച്ചിരുന്നിട്ട് അവനില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നു. ഇനി ഇവരെല്ലാവരും പോയി, അവൻ മാത്രം മതി, ഇവരെല്ലാവരും പുനരുജ്ജീവിക്കും. അപ്പോൾ ഈ സഞ്ജീവനി മല എടുക്കാൻ പോകുന്നതും ഒക്കെ എന്തിനാണ് വാനര ജന്മം എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, കുറച്ചുകൂടി വ്യക്തമാവും അടുത്ത ഘട്ടത്തിലേക്ക് പോകും. എന്താണ്, സഞ്ജീവനി മല കൊണ്ടുവന്നു, ഇവരെല്ലാവരും പുനരുജ്ജീവിച്ചു. അതിനുശേഷം എന്താ, അടുത്ത യുദ്ധം, പരാക്രമ യുദ്ധം തുടങ്ങുകയാണ്. ആ സമയത്ത് ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ കൊലപ്പെടുത്തുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവണൻ, എല്ലാം നഷ്ടപ്പെട്ട രാവണൻ ശുക്രാചാര്യരെ സമീപിച്ച് പ്രത്യേക മന്ത്രോപദേശം സ്വീകരിച്ച് ഹോമം ആരംഭിച്ചു. ശുക്രാചാര്യർ പറഞ്ഞു, ഈ ഹോമം പൂർത്തിയാക്കിയാൽ അതിൽ നിന്ന് ചാപ അശ്വരഥാദികൾ, എന്നാൽ കുതിരകളും പേരും ആയുധങ്ങളും എല്ലാം അതിൽ നിന്ന് വരും. ഒന്നും മനുഷ്യനിർമ്മിതമല്ല. അത് വന്നാൽ പിന്നെ വാനവരാലും അജയ്യനാ പിന്നെ ആർക്കും നിന്നെ ജയിക്കാൻ സാധ്യമല്ല, ദേവന്മാർക്ക് പോലും സാധ്യമല്ല. അപ്പോൾ രാവണൻ വളരെ രഹസ്യമായി ഭൂമിക്കടിയിൽ ഹോമകുണ്ഡം കൂട്ടി പത്നി സമേതനായി ഹോമം ആരംഭിക്കുക. ആരംഭിച്ചപ്പോൾ രഹസ്യമായിട്ടാണ്, ഭൂമിക്കടിയിലാണ്, എവിടെയാണ്, എന്തായാലും ഹോമത്തിന് അഗ്നി വേണമല്ലോ. അഗ്നി പകർന്നാൽ എന്തുണ്ടാവും, പുകയുണ്ടാവും. ആ പുക ഏതെങ്കിലും ഒരു ദൃഷ്ടിയിൽ വിഭീഷണൻ മനസ്സിലാക്കിയിട്ട് ഭഗവാനോട് ഒന്ന് പറഞ്ഞു, രാവണൻ ഹോമം ആരംഭിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ആ ഹോമം മുടക്കണം. അവിടെ ലക്ഷ്മണനെ അയച്ചില്ല, രാമൻ നേരിട്ട് പോയില്ല, അതൊന്നുമല്ല ചെയ്തത്, നേരെ ഹനുമാനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് കുറച്ച് പേരെ കൂട്ടിപ്പോയി ഹോമം മുടക്കുവാൻ പറഞ്ഞു. ഹനുമാൻ നേരെ പോയി. അവിടെ ചെന്നിട്ട് രാവണനെ മർദ്ദിച്ചു. എന്തൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ തപസ്സിന് ഒരു ഇളക്കവുമില്ല. അതിൽ പറയുന്നത് എന്താണ്, രാവണൻ തൻ കയ്യിലിരുന്നൊരു മഹൽ സ്രവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഹോമത്തിന് ഉപയോഗിക്കുന്ന സ്രവമുണ്ടല്ലോ, അതിലെല്ലാം ഹനുമാൻ, പാവനി എന്ന് പറയുമ്പോൾ ഹനുമാൻ പിടിച്ചു പറിച്ചു. എന്നിട്ട് ഈ ഹോമത്തിന് ഒരുക്കി വെച്ചിരിക്കുന്ന സംഭാരങ്ങളെല്ലാം എടുത്ത് ഒരുമിച്ചങ്ങ് തീയിലിട്ടു. എന്തിനാ, ഈ ഹോമകുണ്ടത്തിൽ മലമൂത്ര വിസർജനങ്ങൾ നടത്തി വാനരന്മാർ. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. ക്ഷത്രിയനെ കൊണ്ട് സാധിക്കുമോ? ഒരിക്കലും ഇല്ല. ഇനി രാക്ഷസനാണെങ്കിലും ഭക്തനായ രാക്ഷസനെ കൊണ്ട്, വിഭീഷണനെ പോലുള്ളവരെ കൊണ്ട് സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. എന്നിട്ടും രാവണന്റെ തപസ്സിന് ഒരു ഭംഗവും വരുന്നില്ല, അയാൾ അനങ്ങുന്നില്ല. രാവണനെ കടിച്ചു കീറിയതാണ്, രക്തം വാർക്കുന്ന ശരീരത്തോടു കൂടി രാവണൻ വീണ്ടും തപസ് ചെയ്തു. യാതൊരു തപസ്സിളക്കവും വന്നില്ല. ആ സമയത്ത് എന്ത് ചെയ്തു ഹനുമാൻ, മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിരുന്ന വിസ്ത്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിരുന്ന ഇയാളെ തപസ്സിളക്കാൻ പിന്നെ ഹനുമാൻ കണ്ട ഏക വഴി എന്താണ്, മണ്ഡോദരിയെ പിടിച്ചു വലിച്ച് തള്ളിയിട്ടു. മണ്ഡനമെല്ലാം നുറുക്കിയിട്ടില്ല, അവരുടെ മുഖവും അസ്ഥികളൊക്കെ ആടിച്ച് നുറുക്കി അവർ നിലവിളിക്കുകയാണ്. വിസ്രസ്തനീവിയായി അവരുടെ വസ്ത്രാദികളെല്ലാം വലിച്ചു കയറിക്കളഞ്ഞു. കഞ്ചുകഹീനയായി മാറിടം പൊത്തിക്കൊണ്ട് വിത്രസ്തയായ വിലാപം തുടങ്ങിയിരുന്നു. അവർ കരയാൻ നിലവിളിക്കാൻ തുടങ്ങി. അവരെന്തൊക്കെയാ രാവണനെ പറഞ്ഞതെന്നറിയും. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ, ശത്രുക്കൾ വന്ന് അർദ്ധം പുരുഷന് ഭാര്യയല്ലോ ഭുവി, ശത്രുക്കൾ വന്ന് അവളെ പിടിച്ചെത്രയും പാരിൽ ഇഴപ്പത് കണ്ടിരിപ്പതും പോരെ, പരിഭവമോർക്കിൽ ജളമതെന്നോ. നീ ഒരു ജഡവസ്തുവായി പോയല്ലോ. ഒരു പുരുഷന് പകുതി ആരാണ്? ഭാര്യ. അർദ്ധം പുരുഷന് ഭാര്യയല്ല. ശത്രുക്കൾ വന്ന് ഇത്രയൊക്കെ ഉപദ്രവിച്ചു, അടിച്ചു, വസ്ത്രത്തിനെ വലിച്ചു കയറി, ഇപ്പം തലമുടി ചുറ്റിപ്പഴിച്ച് ഹോമകുണ്ടത്തിൻ്റെ ചുറ്റും ഇഴക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നീ എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്? നീ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഖലൻ എന്ന് വരെ വിളിച്ചു. ഖലൻ എന്ന് വെച്ചാൽ ദുഷ്ടൻ.
എന്നാൽ സ്വന്തം ജീവന് വേണ്ടി നീ എന്ത് ദുഷ്ടത്തരമാണ് ഈ കാണിക്കുന്നത്, എന്നെ ഒരു കൊല്ലാക്കൊല ചെയ്യുന്നത് നീ കാണുന്നില്ല ഈ കുരങ്ങന്മാർ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. രാവണൻ്റെ തപസ്സിലായി. അപ്പോൾ ചോദിക്കട്ടെ, മനുഷ്യനെ കൊണ്ട് ഈ കർമ്മം ചെയ്യാൻ പറ്റുമോ? ഒരു സ്ത്രീയുടെ വസ്ത്രം ആക്ഷേപിക്കുക, അവരെ എല്ലിനെ അടിച്ചൊടിക്കുക, ഈ തലമുടി ചുറ്റി ഇങ്ങനെ വലിച്ചിഴക്കുക, അതും ഒരു പുണ്യകർമ്മം നടക്കുന്ന ഒരു സ്ഥലത്ത് മനുഷ്യബുദ്ധിക്ക് ഇത് ചെയ്യാൻ പാടില്ല, പാപമാണെന്നൊരു ചിന്തയുണ്ടാകും. യോദ്ധാക്കൾക്കാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും രാക്ഷസനാണെങ്കിലും ഈ ഒരു ചിന്തയുണ്ടാകും. അപ്പോൾ എന്തിന് വാനരന്മാരായി ജനിക്കാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇതാണതിൻ്റെ ഉത്തരം. തീർച്ചയായിട്ടും. ഇനി നമ്മൾ ഹനുമാനിലേക്ക് വരികയാണെങ്കിൽ, അതെ, രാമായണത്തെ നമുക്ക് ഹനുമാനെ കുറിച്ച് പറയാതെ നമുക്ക് ഒരിക്കലും പറഞ്ഞു വെക്കാൻ സാധിക്കില്ല. ആ ഒരു കഥാപാത്രം ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഹനുമാന്റെ ജനനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ രാമനൊപ്പം രാമനാമം ഉള്ളിടത്തോളം കാലം ഹനുമാനും നിലനിൽക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിനെക്കുറിച്ച്? അതിന് വളരെ നിസ്സാരമായി രാമൻ തന്നെ പറയുന്ന വാക്കുകൾ, എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും അഭിവീരരം പൂജിച്ച. രാമപൂജ ചെയ്യേണ്ട നിങ്ങളൊരു കപിവീരൻ, ഒരു കുരങ്ങനായ ഒരു വീരനെ പൂജിച്ചാൽ മതി, എന്നെ പൂജിച്ചപ്പോൾ അങ്ങനെ ഒരു വരം കൊടുത്തിരിക്കുകയാണ് രാമൻ. ഹനുമാന്റെ അവതാരത്തിന് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി എങ്കിലും നമ്മൾ ഇന്ന് ഒന്ന് ശാസ്ത്രീയമായി പരിശോധിച്ചാൽ, ഇപ്പോൾ പാണിനി മുതലായിട്ടുള്ള പലരും പല വ്യാകരണ ശാസ്ത്രങ്ങളും എഴുതിയതായിരുന്നു കാണാം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലേക്ക് നമ്മൾ അന്വേഷിച്ച് പോയാൽ ഇതെല്ലാം ഹനുമത് വിരചിത വ്യാകരണ ശാസ്ത്രങ്ങൾ. അത്ര വ്യാകരണ പണ്ഡിതനാണ്. ഹനുമാനോളം വ്യാകരണ ശാസ്ത്രത്തിൽ പാണ്ഡിത്യമുള്ള ഒരാളും ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ഇനി ഉണ്ടാവുമോ എന്നും സംശയമാണ്. കാരണം എന്താണ്? സകല വിദ്യകളുടെയും ഇരിപ്പിടമായ സൂര്യമണ്ഡലത്തിൽ പോയി സൂര്യദേവനോട് പുറകോട്ട് നടന്ന് വിദ്യ അഭ്യസിച്ച് സകല ശാസ്ത്രങ്ങളും ഗ്രഹിച്ചവനാണ് ആഞ്ജനേയൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവതാരം നമ്മൾ നോക്കിയാൽ രുദ്രാവതാരമാണ്. വെറുതെ രുദ്രൻ അവതരിച്ച് നേരിട്ട് വന്നതല്ല. എന്താ പറയുന്നത്? ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവൻ. മഹാദേവൻ്റെ ബീജത്തിൽ നിന്ന് ദാക്ഷായണിയുടെ ഗർഭത്തിലേക്ക് പോയി, ഗർഭത്തിൽ നിന്ന് എന്താണ് വായു ഭഗവാൻ വഴി അഞ്ജന തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? മഹാദേവൻ മകനായി ജനിക്കണം. ആ അഞ്ജനയുടെ ഗർഭത്തിൽ ഉദിച്ചവനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവതാരത്തിൻ്റെ ശക്തി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത് മറ്റൊരു കാര്യം കൂടെ നമുക്ക് പരിശോധിക്കാം. സീതാ സ്വീകാര്യമെല്ലാം കഴിഞ്ഞ് അയോധ്യയിലേക്ക് പ്രവേശിച്ചു, പട്ടാഭിഷേകം കഴിഞ്ഞു. ഇതെല്ലാം കഴിയുന്ന സമയത്തും ഭഗവാൻ കാശി രാജാവിനും ജനകനും മറ്റുള്ള സുഗ്രീവനും മറ്റുള്ള എല്ലാവർക്കും ധാരാളം സമ്മാനങ്ങളും വിശിഷ്ടമായ വസ്തുക്കളും വസ്ത്രങ്ങളും മറ്റുള്ളതെല്ലാം കൊടുത്തയച്ച് വാനര നാരിമാർക്ക് വരെ, സാധാരണ ജനങ്ങൾക്ക് വരെ എല്ലാവർക്കും കൊടുത്തു. ബ്രാഹ്മണർക്കും മഹർഷിമാർക്കും എല്ലാവർക്കും കൊടുത്തു. ആ സമയത്താണ് ദേവേന്ദ്രൻ വരുന്നത്. ദേവേന്ദ്രൻ അതിൽ പറയുന്നത് എന്താ? രാമായണത്തിൽ ലോകം മഹാമേരു സാഗം ധരികിലും പോരാ വിലയതിന് തുല്യം. ഈ മഹാമേരുവാകുന്ന പ്രപഞ്ചം മുഴുവൻ കൊടുത്താലും വിലയിടാൻ പറ്റാത്ത രത്നങ്ങൾ പതിപ്പിച്ച ഒരു വലിയ ഹാരം, മാല എന്നല്ല പറഞ്ഞു, രത്നഹാരം കൊണ്ട് ഭഗവാനെ ചാർത്തി കൊടുക്കുകയാണ് ദേവേന്ദ്രൻ. അപ്പോൾ ഈ ഹാരം കാണുന്ന മാത്രമല്ല സീതാദേവി അത് കണ്ടു വിസ്മയിപ്പെട്ടു, അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഒരു ഹാരമോ, രത്നഹാരം. അപ്പോൾ അത് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചു നോക്കി. ഭഗവാൻ പറഞ്ഞു എടുത്തോളൂ എന്ന് പറഞ്ഞു. അത് സീതാദേവി എടുത്ത് കൈകളിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഭഗവാൻ പറയാം, ഇക്കണ്ടവറുകളിൽ ഇഷ്ടനാകുന്നതാര്, ഉൾക്കമലത്തിൽ നിനക്ക് മനോഹരി നൽകിയിടവന്നു നീ, മറ്റാരുമില്ല നിൻ ആകൂത ഭംഗം വരുത്തുവാനുള്ളത്. നിൻ്റെ ഇഷ്ടം ആരും ഇവിടെ ചോദ്യം ചെയ്യില്ല. നിനക്ക് ഈ നിൽക്കുന്നവരിൽ ആരെയാണോ ഏറ്റവും ഇഷ്ടം അയാളെ വിളിച്ചത് കൊടുത്തേക്കൂ. സീതാദേവി ഒന്നും ആലോചിച്ചില്ല, മന്ദം വിളിച്ച് ഹനുമാന് നൽകി. അപ്പോൾ സാധാരണ ഒരു കഥാരൂപത്തിലാണെങ്കിലും പ്രചരിക്കുന്ന ഒരു കാര്യമാണല്ലോ. ഹനുമാൻ ഈ ആരോഗ്യമൊക്കെ വാങ്ങി അങ്ങനെ ചാർത്തുന്നു. അധ്യാത്മരാമായണത്തിൽ ആ വരികളില്ല, എങ്കിലും പറയാതെ പറയുന്നുണ്ടത്. ആ സമയത്ത് അതിൻ്റെ ഓരോ രത്നവും ഹനുമാൻ കടിച്ച് പൊട്ടിച്ച് തുപ്പിക്കളയുക. അപ്പോൾ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. മറ്റുള്ളവരൊക്കെ ചിരിച്ചു. എന്താ? പരമേശ്വരൻ്റെ അല്ല, ആരുടെ മകനായാലും വാനരൻ തന്നെ. അതിനുശേഷമാണ് ഈ കുരങ്ങൻ്റെ കയ്യിലെ പൂമാല എന്നുള്ള ഒരു ചൊല്ല് തന്നെ ഉണ്ടാവും.
അപ്പോൾ ഏതായാലും ഭഗവാൻ വിളിച്ചു ചോദിച്ചു, എന്താ ഹനുമാൻ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അടിയൻ്റെ നാവിന് ഏറ്റവും രുചികരമായി തോന്നിയിട്ടുള്ളത് രാമനാമമാണ്. ആ രാമശരീരത്തിൽ ചാർത്തിയിരുന്ന മാലയ്ക്ക് ആ രാമനാമത്തിൻ്റെ അത്ര രുചിയുണ്ടോന്ന് ഒരു രുചിയുമില്ല, ഇതൊരു ജഡവസ്തുവാണ്, എനിക്കിത് വേണ്ട. ഭഗവാൻ കരഞ്ഞുപോയി. ഭഗവാൻ കണ്ണുനീരണിഞ്ഞുകൊണ്ട് ഹനുമാനെ ആലിംഗനം ചെയ്യുക. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്ത് വരം വേണം ആഞ്ജനേയ എന്ന് ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് മറ്റ് വരങ്ങളൊന്നും വേണ്ട, രാമനാമ ജപസ്മരണ ശ്രവണങ്ങളിൽ മാമക മാനസേ തൃപ്തി വരാവിധോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, രാമനാമം ഉള്ള കാലം ഈ ഭൂമിയിൽ വാഴാൻ അനുവദിച്ചിരുന്നു. മറ്റു വരം മമ വേണ്ടാതയാനിധി. മുറ്റും ഇളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കുകയാണ്. എൻ്റെ ഭക്തി ഇളകരുത് ഒരിക്കലും. രാമനിലുള്ള ആ ഭക്തി ഒരിക്കലും ഇളകരുത്. ഈ രാമനാമം സദാ ജപിക്കാനും രാമനാമം ഉള്ളിടത്തോളം കാലം ഇവിടെ ഭക്തന്മാർക്ക് വേണ്ടി ജീവിക്കാൻ, ദാസാനുദാസനായി ജീവിക്കാൻ ഉള്ള ഭാഗ്യം മാത്രം തരാം. അങ്ങനെ തന്നെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ, എന്നുവെച്ചാൽ എനിക്കെപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പോലും പറഞ്ഞില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഹനുമാൻ്റെ ആ ഒരു ഉദ്ദേശം. ഭഗവാൻ മറ്റൊരു സാഹചര്യത്തിൽ ഇതേപോലെ ഹനുമാൻ ആലിംഗനം ചെയ്യുന്നു. ലങ്കയിൽ നിന്ന് തിരികെ വരുന്നല്ലോ, ദൂത് പോയിട്ട് തിരികെ വന്നിട്ട്, അതാണ് വ്യാകരണ പണ്ഡിതൻ എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം 2 സ്ഥലങ്ങളിൽ കാണാം. ഒന്ന്, ഭഗവാനെ ആദ്യമായി കാണുന്ന സമയത്ത് സുഗ്രീവൻ പറഞ്ഞിട്ട് ഇതാരാണെന്നറിയാൻ വേഷം മാറി ബ്രഹ്മചാരി വേഷത്തിൽ വരുന്നു. ആ സമയത്ത് വന്നിട്ട് ആരാണെന്നൊക്കെ അന്വേഷിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹനുമാനോട് മറുപടി പറയുന്നതിന് മുമ്പ് ഭഗവാൻ ലക്ഷ്മണനോട് പറയുകയാണ്, എന്താണ്, നല്ല വൈയാകരണൻ വടു നിർണയം ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ. ഹനുമാൻ്റെ വ്യാകരണ പാണ്ഡിത്യത്തിന് ഇതിലും വലിയ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടാനില്ല. ഒരല്പം പോലും വ്യാകരണത്തിന് പിശകില്ല. ഒരപശബ്ദവും, തെറ്റായ ഒരു വാക്കും അല്ലെങ്കിൽ ചേരാത്ത ഒരു വാക്കും ഹനുമാൻ്റെ വായിൽ നിന്ന് വരുന്നില്ല. ഇയാൾ നല്ല വൈയാകരണനാണ്, വ്യാകരണ പണ്ഡിതനാണ് എന്ന് പറയുന്ന ഒരു ഭാഗം. ആ വ്യാകരണ പാണ്ഡിത്യം നമുക്ക് നേരിട്ട് മനസ്സിലാവും. ഈ ലങ്കയിൽ നിന്ന് തിരികെ വരുമല്ലോ, തിരികെ വന്ന് ഭഗവാന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നത് എന്താണ്, നമ്മളെന്താ പറയുക, പോയുന്ന വഴിയിൽ നമ്മൾ കണ്ട ദുരനുഭവങ്ങളും ലങ്കയുടെ വിവരണവും മറ്റു കാര്യങ്ങളും, അക്ഷകുമാരനെ കൊന്നതും ലങ്ക തീയിട്ടതും രാവണനെ കണ്ടതും സന്ദേശം പറഞ്ഞതും ഒന്നുമല്ല പറഞ്ഞത്. കണ്ടേൻ ദേവിയെ തത്ര കർപ്പൂരേന്ദ്രാലയെ, കർപ്പൂരേന്ദ്രാലയെ കണ്ടു ദേവിയെ എന്നല്ല പറഞ്ഞു. കണ്ടു ഞാൻ ദേവിയെ കണ്ടു കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. കർപ്പൂരേന്ദ്രാലയം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു കാര്യം പറയുമ്പോൾ പോലും എന്തെല്ലാം വിശദീകരണങ്ങൾ പറഞ്ഞിട്ടാണ് അവസാനം കാര്യം പറയും. ഇവിടെ നേരെ തിരിച്ചാണ്, കേൾക്കുന്ന ആളിന് ആദ്യം ആശ്വാസം ഉണ്ടാവും. ഇത് പറയുന്ന സമയത്ത് ഭഗവാൻ ഹനുമാനെ ആലിംഗനം ചെയ്യുന്നുണ്ട്. ആലിംഗനം ചെയ്തിട്ട് ഭഗവാൻ ചോദിക്കുകയാണ്, ഈ സദയ ഉപകാരം ഈ ചെയ്തതിനാദരാൽ മമ സർവസ്വവും തന്നെ നിനക്ക് ഞാൻ. രാമനെ തന്നെ ഹനുമാന് സമർപ്പിച്ചു. സർവസ്വം എന്ന് പറയുമ്പോൾ പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ? ഒന്നുമില്ല. ഞാനെന്നുള്ള ചിന്ത പോലും ഹനുമാന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഹനുമാൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശത്തിന്, ശുദ്ധിയെ നമ്മളൊന്നും പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വരുന്നു. എന്തായാലും ഇനി മറ്റു കഥാപാത്രങ്ങളെ കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പരിശോധിക്കാം. തീർച്ചയായും.